അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുബായിലെ നിരത്തുകളിലേക്ക് വന്നു. ഞാൻ നമ്മുടെ സൈക്കിളൊക്കെ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. കണ്ടോ വെള്ളക്കെട്ട് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത വെള്ളക്കെട്ടാണ്. ഇന്ന് 18 തീയതി ഏപ്രിൽ 2024 ഉച്ചയാവാൻ വേണ്ടി പോകുന്നു. 11:45 സമയം. നല്ലോണം വെള്ളക്കെട്ടുണ്ട് ഇവിടെ. ഏകദേശം ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ തീവ്രത. ഒരു വാൻ വരുന്നുണ്ടോ? നല്ല വെള്ളമുണ്ട് ഇവിടെ, ഭയങ്കര വെള്ളം. രക്ഷയില്ലാത്ത വെള്ളമുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ചെറിയ വണ്ടികളടക്കം മൊത്തം നിറഞ്ഞ് ഇങ്ങനെ ടയറിന്റെ അത്രയും വെള്ളം നിങ്ങൾ ഇവിടം വരെയൊക്കെ വെള്ളം കയറി വരുന്നുണ്ട്. തിരമാല വരെ അടിച്ചു വരുന്ന ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഷാർജയിലെ കാറ്റർപില്ലർ സിഗ്നലാണ്. കാറ്റർപില്ലർ സിഗ്നലിൽ അവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ലാത്ത വെള്ളക്കെട്ട്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കാടോ, തടാകം പോലെ. നമ്മളിപ്പോ സൈക്കിൾ ക്രോസ് ചെയ്ത് പോകുമ്പോ വരെ മൊത്തം വെള്ളമാണ്. മൊത്തം വെള്ളം എന്ന് വെച്ചാൽ മൊത്തം വെള്ളമാണ്. ഒട്ടും കയറാൻ പറ്റാത്ത അവസ്ഥ. മൊത്തം വെള്ളമായിട്ട് കിടക്കുക. ഇത്രയും നേരിട്ട് എടുത്ത് വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരാള് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നുണ്ട്. അത്രയും വെള്ളമുണ്ട് ഇപ്പോൾ ഇവിടെ. ഏകദേശം ഈ ചെരിഞ്ഞ പ്രതലൊക്കെ കണ്ടതിന് വേറെ രക്ഷയില്ലാത്തൊരു ഏരിയ. റോഡൊക്കെ ഇപ്പോഴും നിറഞ്ഞു നടക്കുക. നമ്മുടെ ഷാർജയിലെ ഒരു പാർക്കിംഗ് ആണ് കാണുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു വെള്ളക്കെട്ട്. ഞാനൊക്കെ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ മിനിഞ്ഞാന്ന് പെയ്തെങ്കിലും അതിന്റെ ആ അതിതീവ്രമായ വെള്ളക്കെട്ട് ഇപ്പോഴും രൂപപ്പെട്ടെങ്കിൽ നിൽക്കുക. മഴ കഴിഞ്ഞെങ്കിലും മഴയുടെ കാഠിന്യം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്ന് ഏപ്രിൽ മാസം 18 തീയതി ഭയങ്കര വെള്ളം കയറി കിടക്കുന്ന ഷാർജയിലെ കാറ്റർപില്ലർ സിഗ്നലിന്റെ അടുത്തു നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മൊത്തം വെള്ളം കയറി കിടക്കും അവിടെ. ട്രക്കൊക്കെ വരുന്നുണ്ടോ? വളരെ സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഇറങ്ങി വെള്ളം ഇവിടെ കണ്ടോ? വീടിന്റെ അത്രയും വെള്ളം കയറി കിടക്കുക. ഷാർജ ഓക്സിജൻ കമ്പനിക്ക് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഇരച്ചു വരുന്നൊരു കടലിൽ നിന്നൊക്കെ വെള്ളം വരുന്ന അത് ഒരു പ്രതീതി. ഒരു രക്ഷയില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നല്ലോ. വെള്ളം തിരമാല പോലെ.